ദച്ചുട്ടി എണ്ണീറ്റ് വന്നേ. എടി പെണ്ണെ എണ്ണീക്കാൻ. ദച്ചു കണ്ണു തുറന്നു നോക്കുമ്പോൾ മുൻപിൽ അനുജ. അനു, നീ ഇതെപ്പോ വന്നു? ഓ, ഇതെന്താ ഇത്രയും നേരമൊക്കെ ഉറങ്ങാൻ തുടങ്ങിയോ? അത് ഇന്നലെ വെറുതെ ഓരോന്ന് ആലോചിച്ച്. വെറുതെ ഉറക്കം കളയാൻ നിൽക്കണ്ട. അടുത്തയാഴ്ച കല്യാണം എന്ന ഓർമ്മ വേണം കേട്ടല്ലോ. കണ്ണിന് ചുറ്റും കറുപ്പ് വരും, ആകെ ക്ഷീണവും വരും കേട്ടല്ലോ. ദച്ചു ഓച്ചാനിച്ചു നിന്നു. അത് കണ്ട് അനുജയ്ക്ക് ചിരി പൊട്ടി. വേഗം എണ്ണീറ്റ് വാ, മണി 8 കഴിഞ്ഞു. ദൈവമേ, ദാ വരുന്നു. അനുജ മുറിക്ക് പുറത്തുപോയി എന്നുറപ്പായതും അവൾ ദേവിന് മെസ്സേജ് അയച്ച് കുളിക്കാൻ കയറി. ഓഫീസിൽ പോകാൻ റെഡിയാകുകയാണ് ദേവ്. ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം. കട്ട താടി മീശ. നെഞ്ചിലെ രോമങ്ങൾ അഴിഞ്ഞുകിടന്ന ഷർട്ടിനു പുറമേ കാണാം. സ്ലീവ്സ് കയറ്റി മടക്കി മുട്ടിന് മുകളിൽ വെച്ചിട്ടുണ്ട്. കയ്യിലെ ഇടിവള അവൻ്റെ കയ്യിലെ രോമങ്ങൾക്ക് പോലും മാറ്റുകൂട്ടുന്നുണ്ട്. മുടി ജെല്ലു വെച്ച് സെറ്റാക്കി വിരിഞ്ഞ നെഞ്ചിൽ ഷർട്ടും ഒട്ടിച്ചേർന്ന് കിടക്കുന്നു. പെട്ടെന്ന് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ടോൺ കേട്ട് അവൻ മൊബൈൽ കയ്യിലെടുത്തു. പൊന്നു എന്ന പേര് വന്നതും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ഗുഡ് മോർണിംഗ് ദേവേട്ടാ. ഗുഡ് മോർണിംഗ് സ്വീറ്റ് ഹേർട്ട്. അവൻ തിരികെ മെസ്സേജ് ചെയ്ത് ബാഗ് എടുത്ത് പോകാനൊരുങ്ങി. ആഹാ, ചുള്ളനായല്ലോ. നീ വരുന്നോ? ഇന്ന് വലിയ തിരക്കില്ല. ബോറടിച്ച് വഴിയാവും. രാഹുലേട്ടനെല്ലാം കറക്റ്റായി നോക്കുന്നുണ്ട്. ഞാൻ വരണോ? വായോ, നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങി ഐസ്ക്രീം എല്ലാം മേടിച്ച് പറ്റുമെങ്കിൽ അപ്പൂനെയും ദേവുവിനെയും ഒക്കെ കണ്ടിട്ട് വരാം. ആണോ? എന്നാ ദേ പോയി ദാ വന്നു. പാവം ദേവു. പോയി പോയി അപ്പു മാത്രമായി അവളുടെ ലോകം. പോണ പോക്ക് കണ്ടാ കാവടി തുള്ളിയിട്ട്. ദേവൻ അപ്പുവിൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ അവനത് സീൻ ചെയ്തു. ഓക്കെ എന്ന് മറുപടിയും വന്നു. ദേവു ഒരു ജീൻസും കുർത്തിയും ഇട്ടു. ദേവന്റെ ഒപ്പം യാത്ര പറഞ്ഞിറങ്ങി. പൊന്നു കുളി കഴിഞ്ഞ് വന്നപ്പോൾ അരുണും അനുവും അപ്പുവും കൂടെ ചൂടുപിടിച്ച ചർച്ച നടക്കുന്നുണ്ട്. എന്താണ് മക്കളെ ഒരു ഗൂഢാലോചന? ഓ, വേറെ എന്താ, നിന്റെ കല്യാണം തന്നെ. നീ വന്നേ, ബാക്കി കഴിച്ചിട്ടാവാം. അനു പറഞ്ഞതും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അതെ, എനിക്കൊരു ഐഡിയ. എന്താണാവോ? നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഇനി എന്നാ ഇങ്ങനെയൊക്കെ? അതെന്താടാ, നീ ചാവാൻ പോവാണോ? തോക്കിൽ കയറി വെടിവെക്കല്ലേ അരുണേ. നിങ്ങൾ ആദ്യം കാര്യം പറ മനുഷ്യ. അതല്ലേ പറഞ്ഞു വരുന്നേ, അപ്പോഴല്ലേ ഇവൻ ഇടയ്ക്ക് കയറിയത്. സോറി, നീ പറ. ഓ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. ഇന്ന് ഒരു ചെറിയ ആഘോഷം. ഇനി കല്യാണത്തിലേക്ക് വരെയല്ലേ. കല്യാണം കഴിഞ്ഞ് വിരുന്നും ഹണിമൂണും ഒക്കെ കഴിഞ്ഞല്ലേ ഇനി ഫ്രീ ആവുള്ളൂ. അതിന് നിന്റെ സ്വഭാവം വെച്ച് കെട്ടുകഴിഞ്ഞാൽ നീ ഫ്രീ ആവില്ലല്ലോ. നീ പോടാ ചോക്ലി. അനുവും പൊന്നും അത് കേട്ട് അപ്പുവിനെ ആക്കി ചിരിച്ചു. ഇളിക്കല്ലേ, നിന്റെ അവസ്ഥയും മറ്റൊന്നല്ല. നീ പോടാ ചേട്ടാ. ആഹാ, എന്തൊരു വിനയം. ഓ, നിങ്ങൾ സബ്ജക്റ്റ് മാറിപ്പോകുന്നു, വിഷയത്തിലോട്ട് വാ. അതല്ലേടാ കോപ്പേ, ഇത്രയും നേരം പുറത്തു പോവാം കറങ്ങാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. സോറി അളിയാ. പ്ലാൻ പറ. ആദ്യം എങ്ങോട്ടാ? പ്ലാൻ ഞാൻ പറയാം. എന്താണാവോ, നമുക്ക് വൈശുവിനെയും വിച്ചുവിനെയും വിളിച്ചാലോ? എൻഗേജ്മെൻറ്റിന് കണ്ടതല്ലേ, പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അതിന് നിനക്കെന്താ ഒരു ഇളക്കം? എന്തിളക്കം? അവരെയും ദേവനെയും ദേവുവിനെയും ഒക്കെ വിളിച്ചു പോകാം. ആഹാ, എന്നാൽ ഞാൻ ആദ്യം ഉണ്ടാവും. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും മിൽക്ക്, അപ്പു മനസ്സിൽ പറഞ്ഞു. അപ്പു എല്ലാവരെയും വിളിച്ച് കാര്യം പറഞ്ഞു. എല്ലാവർക്കും പൂർണ്ണ സമ്മതം. ഇന്ന് സീതയുടെ അമ്മയെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് കൊണ്ട് മഹിയും സീതയും ഉണ്ടാവില്ല എന്ന് ദേവൻ പറഞ്ഞു. അങ്ങനെ അവർ പോകാൻ തയ്യാറായി. അപ്പുവിൻ്റെ കാറിൽ പൊന്നുവും അനുവും അരുണും അപ്പുവും കയറി നേരെ ദേവന്റെ ഓഫീസിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ എത്തിയതും അരുണിൻ്റെ കണ്ണുകൾ കുറുകി. വൈശുവും വിച്ചുവും ദേവുവും ദേവനും ഒക്കെ അവിടെയുണ്ട്. വൈശുവിൻ്റെ കണ്ണുകളും അരുണിനെ തേടി പോകാതിരുന്നില്ല. മെലിഞ്ഞ ഉയരം കുറഞ്ഞ ശരീരം, ഗോതമ്പ് നിറം. മെലിഞ്ഞ ശരീരമായിരുന്നെങ്കിലും തുടുത്തു ചുവന്ന കവിളുകളും ചുണ്ടുകളും. കുട്ടിത്തം നിറഞ്ഞത്. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഇവളായതുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അവളോടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിലെ വൈശു. അരുൺ അവളെ തന്നെ മതിമറന്ന് നോക്കി നിന്നു. അവൻ്റെ നോട്ടം സഹിക്കാൻ വയ്യാതെ അവൾ കണ്ണുകൾ വെട്ടിച്ചു. കുറച്ചുനേരം സംസാരിച്ചു നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് കാറിൽ കയറാൻ പോകുന്നേരമായിരുന്നു ദേവനു നേരെയുണ്ടായ ആക്രമണം. അവിടെ എത്തിയതും അരുണിൻ്റെ കണ്ണുകൾ കുറുകി. വൈശുവും വിച്ചുവും ദേവുവും ദേവനും ഒക്കെ അവിടെയുണ്ട്. വൈശുവിൻ്റെ കണ്ണുകളും അരുണിനെ തേടി പോകാതിരുന്നില്ല. മെലിഞ്ഞ ഉയരം കുറഞ്ഞ ശരീരം,
ഗോതമ്പ് നിറം, മെലിഞ്ഞ ശരീരമായിരുന്നെങ്കിലും തുടുത്തു ചുവന്ന കവിളുകളും ചുണ്ടുകളും. കുട്ടിത്തം നിറഞ്ഞത്. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഇവളായതുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അവളോടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിലെ വൈശു. അരുൺ അവളെ തന്നെ മതിമറന്ന് നോക്കി നിന്നു. അവന്റെ നോട്ടം സഹിക്കാൻ വയ്യാതെ അവൾ കണ്ണുകൾ വെട്ടിച്ചു. കുറച്ചുനേരം സംസാരിച്ചു നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് കാറിൽ കയറാൻ പോകുന്നേരമായിരുന്നു ദേവനു നേരെയുണ്ടായ ആക്രമണം. പൊടി പറത്തി ആ കാർ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ദേവുവിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നിരുന്നില്ല. വൈശുവിന് അവളുടെയും പൊന്നുവിന്റെയും അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. വൈശുവിന്റെ മടിയിലാണ് ദേവൻ കിടക്കുന്നത്. അനു സങ്കടം അടക്കിപ്പിടിച്ച് ആത്മസംയമനം വീണ്ടെടുത്തു. അവളുടെ കണ്ണുനീർ കാണെ വിച്ചുവിന്റെ ഉള്ളും പിടഞ്ഞു.